ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ അബി. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ കൂടെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് പറ്റുന്നവർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചലഞ്ചസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മളുടെ എന്താ പറയുക ഹിസ്റ്ററിയിൽ ഞാനിപ്പോൾ കളിച്ചതാ, പിന്നെ ഒന്നും കളിച്ചില്ല. ഇപ്പോൾ കളിച്ചൊരു വിക്ടറി ഗെയിമാണ് ബൂയ അടിച്ച ക്ലാഷ് കോഡ്. ഓക്കെ ഗൈസ്, ഞാൻ ജസ്റ്റ് അതൊന്ന് ക്ലിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് കളിച്ചതെന്ന്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഇപ്പോൾ ലോബി ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ സ്പോണായി. അവൻ ലാസ്റ്റ് ലെഗസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് കിട്ടിയത്, റോള് ഗൈസ്. ഞാൻ പിന്നെ റോൾസ് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റോൾസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ടാണ് ഗൈസ് ഇത് കണക്ക് കൂട്ടിക്കോ നിങ്ങൾ. അപ്പോൾ ഫസ്റ്റ് ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡെഡായി കഴിഞ്ഞാലുണ്ടല്ലോ ഗൈസ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അടുത്ത റൗണ്ട് ഇതാണ് ഫസ്റ്റ് റൗണ്ട്. നമ്മൾ സെക്കൻഡ് റൗണ്ട് തൊട്ട് ബിഗ് ഗൺസൊക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും. ആ വലിയ ഗൺസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ ഡെഡായി കഴിഞ്ഞാൽ നമുക്ക് അത് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും ഗൈസ്. അപ്പോൾ ബാക്ക് ടു ഗെയിം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ ഒരുത്തനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് പാടായിരുന്നു ഗൈസ്. ഇപ്പുറത്ത് വരുമ്പോൾ ഏതോരുത്തന് ഇവിടുന്ന് ഇതുണ്ടായിരുന്നു, സൈൻത്ത് വെച്ചിട്ടായിരുന്നു കളിക്കുന്നത് ഗൈസ്. അപ്പം ഞാൻ നോക്കിട്ടു 873 കൊണ്ട് നോക്കിട്ടു. പിന്നെ ഇവിടെ ഒരുത്തനുണ്ട്. അപ്പോൾ ഓന് ഫൈനലി ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, റഷ് ചെയ്ത് പോയിട്ട്. നമുക്ക് 21 HP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ കളിച്ചത്. പിന്നെ ഫസ്റ്റത്തെ റൗണ്ട് ഓവറായി. പിന്നെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പെരഫൽ എടുത്തു ഗൈസ്. അപ്പോൾ പെരഫൽ എടുത്തിട്ട് നമ്മൾ കുതിച്ചു പായാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ കുതിച്ചു പായാൻ പോവുകയാണ്. ഇതൊന്ന് വരട്ടെ ഗൈസ്, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സ്പോണിംഗ് പോയിന്റ് തുറന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ടേക്ക് പോവുകയാണ്. ഞാൻ സപ്പോർട്ട് കൊടുക്കാനാണ് മാക്സിമം നോക്കുന്നത്, പക്ഷേ റഷ് ചെയ്യാൻ തോന്നില്ല. ഞാൻ സാധാരണ റഷ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. പിന്നെ SMG ഗൺസും പിന്നെ അങ്ങനെ ഷോർട്ട് ഗണ്ണൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ റഷ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ നോക്കുമ്പോൾ നമ്മളെ ടീമേറ്റ് ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. നോക്കുമ്പോൾ ഒരുത്തൻ അവിടെ നിന്ന് അടിക്കുന്നത്, ഒരുത്തൻ ഇപ്പുറത്തുനിന്നും അടിക്കുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ ഇപ്പുറത്തത് അങ്ങോട്ടേക്ക് പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ നേരെ അവനെ പോയി നോക്കുമ്പോൾ ഇവിടെ ഇവനൊരു സർപ്രൈസ് അറ്റാക്ക് തന്നെ നമുക്ക് തന്നു. അപ്പോൾ നമ്മൾ ആ കളി അങ്ങ് ഡിഫീറ്റ് ആയിട്ടുണ്ട്. പഠിക്കണ നമുക്ക് അടുത്ത കളി പിടിക്കാം എന്ന് പറഞ്ഞിട്ട് ഇതാണ് ലാസ്റ്റ് ലെഗസീൻ്റെ ഉപയോഗം. നമ്മൾ ചത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗൺസൊക്കെ തിരിച്ച് കിട്ടുന്നതായിരിക്കും. അതാണ് ഗൈസ് ഇതിൻ്റെ പ്രയോഗം. അപ്പോൾ ഗൈസ് ഈ കളി പിടിക്കാമെന്നും പറഞ്ഞിട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇതിൽ ഗ്ലൂ വാൾ എടുക്കാനുള്ള പൈസയില്ല ഗൈസ്. അതാണ് വലിയ പ്രശ്നം. ആകെ 100 റുപ്പീസേ ഉള്ളൂ. നമുക്കാണ് 100 FF കോയിൻസേ ഉള്ളൂ. ഞാൻ അതിന് MB5 ഡബിൾ ചിപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പെരഫൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് ലാസ്റ്റ് ലെഗസി അതുള്ളതുകൊണ്ട് നമുക്ക് വല്ല ഇതൊന്നും എടുക്കാനുള്ള പൈസ കിട്ടിയില്ല ഗൈസ്. പിന്നെ അവിടെ നോക്കുവാണെങ്കിൽ ഷൂട്ട് കണ്ടപ്പോൾ ഇവൻ അവിടെ. അപ്പോൾ ഞാൻ കുത്തിപ്പിടിച്ച് നോക്കിയിട്ട് അങ്ങനെ അവനെ ഫിനിഷ് ചെയ്ത് സേഫ് സോൺ വന്ന് അവനെ അങ്ങ് ഫിനിഷ് ചെയ്ത്. പിന്നെ ഞാൻ ഇപ്പുറത്തോട്ടേക്ക് ഓടിപ്പോയി. നോക്കുവാണെങ്കിൽ ഇവിടുന്ന് ഒരുത്തൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അവനെ ഷൂട്ട് ചെയ്യാനൊക്കെ നോക്കി, നേരത്തെ തന്നെ കൊന്നവനാണ് ഗൈസ്. അപ്പോൾ നോക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് അടി വരുന്നുണ്ട്. ഞാൻ അപ്പുറത്തോട്ട് ചാടി നോക്കുമ്പോൾ എൻ്റെ ഫോൺ വൈബ്രേറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ വൈബ്രേറ്റ് ആവുന്നതിനൊരു കാരണമുണ്ട് ഗൈസ്. നമുക്ക് ഇപ്പോൾ ഒരു
എന്താ പറയുക, ഒരു എനിമി അടുത്തുണ്ടെങ്കിൽ എൻ്റെ ഫോൺ ഇങ്ങനെ വൈബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതെന്താ എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല, 2 ദിവസമായി ഇങ്ങനെ വൈബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് നിങ്ങൾക്ക് അറിയെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം എന്താ പ്രശ്നം എന്ന്. നോക്കുമ്പോൾ മേലെ തന്നെ എനിമി ഉണ്ടായിരുന്നു. ഞാൻ നേരെ പോയി ഇപ്പുറത്തായിരുന്നു ആ എനിമി ഉണ്ടായിരുന്നത്. ഞാൻ കുറച്ച് ഡാമേജ് കൊടുത്ത്, എനിക്ക് നല്ല ഡാമേജ് തന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ചെറിയൊരു കുത്തിപ്പിടിക്കാൻ നോക്കി, പക്ഷേ ചെറിയൊരു മിസ്റ്റേക്കായിരുന്നു. അത് കാരണം ഞാൻ പടായി. അപ്പോൾ വീണ്ടും ഇത് ലാസ്റ്റ് ലെഗസി ഇങ്ങോട്ട് വർക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം MP5 ട്രിപ്പിൾ ചിപ്പാക്കി ഒക്കെ സക്സസ്ഫുള്ളി പർച്ചേസ്ഡാണ്. അപ്പോൾ ഒരുത്തനിവിടെ പെർഫെലൊന്നും വേണ്ട അത്രേ. അപ്പോൾ നമ്മുടെ ഒരുത്തന് ഇവിടെ നെറ്റ് പോയിട്ടുണ്ട് നൈസായിട്ട്. അതിപ്പുറത്ത് കാണിക്കുന്നില്ല അതിപ്പുറത്ത് കാണിക്കുന്നില്ല. പിന്നെ അണ്ടർസീറിലം ഒക്കെ ഉണ്ട്. അത് ഇവൻ്റാണ് ഗൈസ്. ഇപ്പോഴത്തെ ഇവൻ്റ് ജസ്റ്റ് ഒന്ന് ഗെയിമേഴ്സിന് FF ഗെയിമേഴ്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. 3ാമത്തെ കമൻറ്റ്. ഓക്കെ ഗൈസ്. പിന്നെ ഞാനൊരു കമൻറ്റ് വായിച്ചിരുന്നു, ഫ്രാങ്കിൻസ്റ്റൈൻ ബണ്ടിലിൻ്റെ മാസ്ക് ഇട്ട് കളിക്കുമെന്ന്. ഗൈസ് അടുത്ത വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ട് അതിട്ട് കളിക്കുന്നതായിരിക്കും. ഒരു ലൈവ് വീഡിയോ തന്നെ ഞാനിടാം. മീൻസ് കളിക്കുന്നതല്ല, ലൈവായിട്ട് വരുന്നതല്ല, ലൈവ് വീഡിയോ കളിക്കുന്നത് തന്നെ ഇട്ടിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇവിടെ ഒരുത്തൻ്റെ കയ്യിൽ ഡ്രാക്കോ ഉള്ളത് കാരണം എനിക്ക് പണിയാണ്. എനിക്കങ്ങനെ മെഡിക്കറ്റ് അടിക്കുമ്പോൾ തിരിച്ചറിയാം. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള മറ്റേ ബോൺ ഫയർ ഇട്ടപ്പം ബാക്കിൽ വന്നിട്ട് ഈ ചങ്ങായി നമ്മളെ ഫിനിഷ് ചെയ്ത് ഗൈസ്. അപ്പോൾ നോക്കുമ്പോഴാണ് ഇവിടെ ഒരുത്തന് നെറ്റ് പോയി കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബായ് വന്നിട്ട് അവനെ കൊന്നു ഗൈസ്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരുത്തനെ എലിമിനേറ്റ് ചെയ്ത് ഞാൻ നേരെ ഇങ്ങോട്ടും അങ്ങോട്ടും പോയി നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഇപ്പുറത്ത് നോക്കായപ്പോൾ ഞാൻ എൻ്റെ മൈക്ക് ഓൺ ചെയ്ത് ബായ് ജാ ഉദരേ ബായ് ഇങ്ങനെയെല്ലാം എന്തെല്ലോ വിളിച്ച് പറഞ്ഞു ഗൈസ്. അപ്പോൾ ഇവൻ അതന്നെ അനുസരിച്ച് പോന്നാ ബായ് ഉദർ മാറു അങ്ങനെ എന്തെല്ലോ പറഞ്ഞു ഗൈസ്. അങ്ങനെ അവനെ ഫിനിഷ് ചെയ്ത്. അപ്പോൾ നോക്കുവാണെങ്കിൽ വീണ്ടും ലാസ്റ്റ് ലെഗസി വർക്കായി. എന്നിട്ട് നമ്മൾ ഡെസേർട്ട് ഈഗിൾ എടുത്ത് ഗൈസ്. പിന്നെ ഞാൻ പെരഫൽ മാറ്റിയിട്ട് ആക്കെടുത്ത് ഇപ്പോൾ ഗൈസ് ഇവിടെ വരുവാണെങ്കിൽ നമ്മളുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ ഹെഡ്ഷോട്ടെല്ലാം അടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് AK എടുത്തത്. പക്ഷെ കുത്തിപ്പിടിക്കാനേ ഗൈസ് കഴിയുന്നുള്ളൂ. ഒരുത്തൻ ഇവിടെ പോകുമ്പോഴാണെങ്കിൽ ഞാൻ രണ്ട് വട്ടം കുത്തിപ്പിടിച്ച് 3ാമത്തെ വട്ടം അവന് കൊള്ളുന്നേ ഇല്ല. അപ്പോൾ നമ്മുടെ ബായ് എന്ന് പറയുന്ന താച്ചുയ ക്യാരക്ടർ വന്നിട്ട് അവനെ അടിച്ചിട്ടു. പിന്നെ നോക്കുകയാണെങ്കിൽ ആടെ നല്ല അടി കൊള്ളുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കായി ഗൈസ്, ലിൻഡ കാരണം ഞാൻ നോക്കായി. അപ്പുറത്തെ ടീമിലൊരുത്തനാണ്. അപ്പോൾ നമ്മുടെ റോക്ക്ലി ഹെഡ് വന്നിട്ട് നമ്മളെ ഫസ്റ്റ് റിവൈവ് ചെയ്ത് വിട്ട് ഗൈസ്. എന്നിട്ട് ഞാൻ മെഡിക്കറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് കയറി ബോൺ ഫയർ ഇട്ട് മെഡിക്കറ്റ് അടിക്കുന്നതാണ് ഗൈസ്. മെഡിക്കറ്റ് 2 ഉണ്ടായിരുന്നുള്ളൂ, ഫുള്ളായിട്ട് നമ്മൾ അടിച്ച് തീർക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുത്തന്നെ ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉള്ളിൽ കയറുമ്പോഴത്തേക്കും ഓൻ M4A1 വെച്ചിട്ട് എൻ്റെ അടിച്ചു. നോക്കും ഞാൻ ഫസ്റ്റ് കൊന്നവൻ തന്നെയാണ് ഗൈസ്. ഞാൻ ഫസ്റ്റ് ഒരുത്തനെ ഞാൻ മറ്റേ റോള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൊന്നില്ല ഗൈസ്, അവൻ തന്നെ എന്നെ വീണ്ടും വന്നു. പിന്നെ ബോൺ ഫയർ ഇട്ടപ്പോൾ ഇവൻ തന്നെയാണ് എന്നെ കൊന്നത്. അപ്പോൾ ഗൈസ് 3ാമത്തെ കളി നമ്മൾ ചമ്മയിട്ടുണ്ട്. അടുത്ത കളിയെങ്കിലും എടുക്കണം വിചാരിച്ച് നമ്മൾ പോവാണ്. ഇപ്പോൾ ഇവിടെ ഇനി 16 സെക്കൻഡ്സ് ഉണ്ട് ബാക്കി. അതുവരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് തണ്ടിത്തിരുന്നൊക്കെ ഇവിടെ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ തന്നെ അവിടെ ഒരു എനിമീനെ ഞാൻ സ്പോട്ട് ചെയ്തിരുന്നു. അവനൊരു ഹെഡ് കൊടുത്തിട്ട് അവനെ അങ്ങ് നോക്കാക്കി ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മളുടെ കയ്യിൽ ഗ്രോസ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ AK മാറ്റി ഗ്രോസ എടുത്തു. ഗ്രോസ X ആണ്, വെറും ഗ്രോസ അല്ല, X ആണ്. അപ്പോൾ ആടെ തന്നെ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ട് ഈ ആരോ മാർക്കുള്ള സ്ഥലത്തോട്ടേക്ക് ഞാൻ റഷ് ചെയ്ത് പോയി.
അപ്പോൾ ഇവിടെ തന്നെ മറ്റേ ഓറിയോൺ ഉണ്ട്. ഇപ്പോൾ ഞാൻ നല്ല ഡാമേജൊക്കെ കുറച്ച് ഡാമേജ് കൊടുത്തു. ഓൻ എനിക്ക് നല്ല ഡാമേജ് ഞാൻ MP5 വെച്ച് കുത്തിപ്പിടിച്ച് നല്ല ഡാമേജ് കൊടുത്തു. പിന്നെ ഓസ്കാർ ഇട്ട്, പക്ഷേ എൻ്റെ കില്ലാരും കൊമ്മി. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ എനിക്ക് 5 കില്ല്. പിന്നെ മറ്റേ എന്താ പറയുക, റോക്ക് ലീ തലേനില്ലേ, അവന് 6 കില്ലായി ഗൈസ്. ഇവിടെ നോക്കുവാണെങ്കിൽ 6 കില്ലായി. അപ്പം ഞാൻ ഗ്രോസ എക്സ് തന്നെയാണ് എടുക്കുന്നത്, ഞാൻ മാറ്റുന്നൊന്നുമില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഇരുന്ന വരെ കാത്തിരിക്കാം ഗൈസ്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഞാൻ കുറച്ച് തെണ്ടി തരുന്ന ഒരുത്തന്നെ എൻ്റെ കില്ലും കുമ്മി അങ്ങനെ വരികയാണ്. ഇപ്പം തന്നെ 10 മിനിറ്റായി. അയ്യോ ഗൈസ്, ഇത് കുറച്ച് സമയം പിടിക്കുമല്ലോ. 10 മിനിറ്റായി ഗൈസ്. ഓൾമോസ്റ്റ് ഒരു 14 മിനിറ്റത്തെ വീഡിയോ എങ്കിലും ആയിരിക്കും ഇത്. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് ചാൻസാണ് കില്ലെടുക്കേണ്ടത്. നോക്കുവാണെങ്കിൽ ഇവിടെ ആരുമില്ല. അപ്പോൾ താഴെ മറ്റവനുണ്ടായിരുന്നു, മറ്റേ ഞാൻ കുത്തിപ്പിടിച്ചിട്ട് വർക്കാവാത്ത അവനെ ഞാൻ നല്ല കുത്തിപ്പിടിച്ച് നല്ലോണം. അപ്പോൾ അവൻ സോണി ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ, അവൻ വന്നിട്ട് നോക്കായി. പിന്നെ ഇപ്പുറത്തുനിന്ന് ഒരു ഗൺ സൗണ്ട് മേലെ കേട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് നോക്കിട്ട് ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ച അപ്പുറത്തൂട്ട പോയി വന്ന് അപ്പുറത്തൂട്ട മേലെ പോയിട്ട് അവിടെ എന്തെങ്കിലും ഇനിമി ഉണ്ടെങ്കിലോ നോക്കുമ്പോൾ ജാക്ക് പോട്ട് കിട്ടി. അവിടെ ഒരുത്തനുണ്ട്, മറ്റേ ഓറിയോൺ തന്നെ. അപ്പോൾ ഇവൻ നല്ല ഡാമേജൊക്കെ കൊടുത്തു, ഞാൻ പിന്നെയും കൊടുത്തു. അവൻ ഗ്ലൂ വാൾ ഇട്ടത് കൊണ്ട് എൻ്റെ ഓറിയോൺ വർക്കായി. ഞാൻ ഓറിയോൺ വെച്ചാൽ അവനൊക്കൊന്ന് ഗൈസ്. അങ്ങനെ നമ്മൾ ബൂയ അടിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാനായിരുന്നു ഗൈസ് അതിൻ്റെ MVP. അങ്ങനെ 4 ബൂയ സ്ട്രീക്കായിരുന്നു നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനൊന്ന് ബാക്ക് അടിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഞാൻ ഓർമ്മയാണ്, ഞാൻ അബി. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് അനേബിൾ ചെയ്ത് വെച്ചേക്കുക ഗൈസ്. അപ്പോൾ ഞാനിവിടെ സൈനിങ് ഓഫ് ചെയ്യാണ്. ബൈ. അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ഗൈസ്. ഓക്കെ, ശരി എന്നാൽ.